ഹായ് ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിഭ. പനി പിടിച്ച് ചുരുണ്ടുപോയി ഗൈസ്, തീരെ വയ്യ. ഇങ്ങനെ കിടക്കാമെന്നും പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ റൗഡി ബേബി എന്നെ ഒരു ഉമ്മരിക എടുത്തിട്ടിടിക്കുക. സത്യം പറഞ്ഞാൽ സ്നേഹം കൊണ്ട് തരുന്നതെന്നോ ഇടിക്കുന്നതിൻ്റെ കൈക്കൂലിയാണ്, അതൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. ഒട്ടും വയ്യ. എന്താ എന്നെ ചീത്ത പറഞ്ഞാണെന്നാണ് തോന്നുന്നത്. ഒരു പാട്ട് പാടിക്കേ. കാക്കേ കാക്കേ എന്നുള്ള പാട്ട് പാടിക്കേ. കാക്കേ 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 കാക്കച്ചി കാച്ചച്ചി. ഇതാണ് നടക്കുന്നത്. ഒട്ടും വയ്യ ഗൈസ്. ഞാൻ ജോലിയുടെയൊക്കെ കുറേ വേക്കൻസിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് വീഡിയോ ഇടാൻ വയ്യാത്തതുകൊണ്ടാണ് ഒട്ടും തല നിവർന്ന് വയ്ക്കുന്നില്ല. ഇന്നാണ് ഒന്ന് കണ്ണ് തുറക്കാനെങ്കിലും പറ്റുക. എന്നിട്ട് തന്നെ എനിക്ക് കണ്ണ് തുറക്കാൻ വയ്യ. ഒരുമാതിരി കണ്ണിൻ്റെ പോള താഴോട്ടാരോ പിടിച്ച് വലിക്കുന്ന കണക്കുണ്ട്. ഒന്ന് മനസ്സിൻ്റെ വിഷമം, ഒന്ന് രണ്ടാമത് തീരെ വയ്യ. എല്ലാം കൂടെ കൊണ്ട് വയ്യ. 3-4 ജോലിയുടെ കാര്യം വന്ന്. അതൊക്കെ ഇപ്പോൾ ആരെങ്കിലും ആയോന്നും എന്നെ അറിയുന്നില്ല ഗൈസ്. സാരമില്ല. എങ്കിലും ഞാൻ അറിയിച്ച എല്ലാ ജോലിക്കും കുറേ പേരൊക്കെ പോയി. അവർക്കൊക്കെ ജോലി കിട്ടി. അവരൊക്കെ സന്തോഷമായിരിക്കുന്നു എന്നുള്ളത് അറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ദൈവം മഹാദേവൻ സഹായിക്കുവാണെങ്കിൽ, പടച്ചവൻ സഹായിക്കുവാണെങ്കിൽ അസുഖം മാറിക്കഴിയുമ്പോൾ ഒന്ന് നിവർന്നിരിക്കാനെങ്കിലും പറ്റണ്ടേ. എങ്കിലല്ലേ എന്തെങ്കിലും ജോലിയുടെ കാര്യം പറയാൻ പറ്റൂ. എനിക്ക് തന്നെ ഒരു വ്യക്തത ഇല്ലാത്ത രീതിയിലാണ് പറയുന്നത് തന്നെ. അതുകൊണ്ടാണ് നാളെ ആശുപത്രി പോയേ പറ്റൂ ഗൈസ്. തീരെ വയ്യ. ഒന്ന് ശരിയായിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവരും എന്നെ വിളിക്കണമെന്നില്ല കേട്ടോ. അതിനകത്ത് ഞാൻ നമ്പർ തരുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾ സംസാരിച്ച് നിങ്ങൾ നേരിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അല്ലാണ്ട് എല്ലാ നമ്പരും ഞാൻ തന്നിട്ട് എൻ്റെ ഫോണിൽ വിളിച്ച് തിരക്കിയിട്ട് ആ ഒരു ടൈം നിങ്ങൾക്ക് ഞാൻ നമ്പർ തരുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ച്, സാർ ഇന്ന പോലൊരു ജോലിയുടെ വേക്കൻസിയെ പറ്റി ഞാൻ അറിഞ്ഞു, അത് എന്താണ് എങ്ങനെയാണ് അതിൻ്റെ സ്ഥലവും സ്ഥലപ്പേരും എല്ലാം ഞാൻ തരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പോവുക. പെൺകുട്ടികളൊന്നും അല്ലല്ലോ, എല്ലാ ആൺകുട്ടികൾക്കല്ലേ ജോലിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഒന്ന് വിളിച്ച് അന്വേഷിച്ച് പോവുക. നിങ്ങൾ ഉദാസീനത കാണിച്ചു കഴിഞ്ഞാൽ ഒരു ജോലിയെങ്കിലും കിട്ടിയാൽ മതിയെന്നും പറഞ്ഞ് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ വെറുതെ അതിനെ നഷ്ടപ്പെടുത്താണ്ട് കിട്ടുന്ന ചാൻസ് ഉപയോഗിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ നല്ലൊരു ജോലിയിൽ കയറി പറ്റുക. ഒരു ജോലിയിലിരിക്കുമ്പോൾ ഒരു ജോലി കിട്ടാൻ വലിയ പാടില്ല. പക്ഷേ ഒരു ജോലി ഇല്ലാതിരിക്കുമ്പോൾ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് വളരെ പാടാണ്. അപ്പോൾ അത് മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ ഞാൻ നമ്പർ തരുന്നുണ്ട്. നിങ്ങളൊന്ന് വിളിച്ച് ചോദിച്ച് നിങ്ങൾ പോവുക. മാക്സിമം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അത് ആ ജോലി വേണ്ടെങ്കിൽ പോലും ഒന്ന് ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്കെങ്കിലും അത് ആ ഒരു ഷെയർ കൊണ്ട് ഉപയോഗപ്പെടുന്നെങ്കിൽ, ഒരു കുടുംബമെങ്കിലും കഴിഞ്ഞു പോയാൽ അതിനോളം വലിയ കാര്യമൊന്നുമില്ല. ആ മനുഷ്യൻ ജോലി കിട്ടിക്കഴിയുമ്പോൾ, ദൈവമേ എനിക്ക് ഈ ഒരു ജോലി കിട്ടിയത് കൊണ്ടാണ് എൻ്റെ കുടുംബം ഇന്ന് പട്ടിണി ഇല്ലാതെ പോകുന്നതെന്ന് പറയുമ്പോൾ, ആരൊക്കെയാണോ ഇതിനെപ്പറ്റി ഷെയർ ചെയ്തിട്ടുള്ള അവർക്കും ആ ഒരു പ്രാർത്ഥനയുടെ ഫലം കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ അത് ഒന്നും വിചാരിക്കരുത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. എൻ്റെ പൊന്നോനെ വയ്യടി, അമ്മയ്ക്ക് വയ്യടി.